ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ കാലത്ത് ഒരു കാട്ടിൽ മതംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ശബരി എന്ന ഒരു വൃദ്ധ സന്യാസിനി വസിച്ചിരുന്നു. മഹർഷി മതംഗൻ തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം സമീപിക്കുമ്പോൾ താൻ പോയ ശേഷം ആശ്രമം നോക്കി നടത്താൻ ശബരിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം അവൾക്കൊരു അനുഗ്രഹവും നൽകി. ശ്രീരാമൻ ഒരിക്കൽ ഈ വഴി വരികയും നിനക്ക് ദർശനം നൽകുകയും ചെയ്യും. ഈ വാക്കുകൾ കേട്ട ശബരി അതീവ സന്തോഷവതിയായി. മഹർഷി മഹാസമാധി പ്രാപിച്ച ശേഷം ഒരു സത്യഭക്തിയെപ്പോലെ ഗുരുവിന്റെ വാക്കിൽ അടിയുറച്ച് വിശ്വസിച്ച് ശബരി ശ്രീരാമന്റെ വരവിനായി കാത്തിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ശബരിക്ക് വാർദ്ധക്യം ബാധിച്ചു. അവൾ ക്ഷീണിക്കുകയും നടക്കാൻ ഊന്നുവടി ആവശ്യമാവുകയും ചെയ്തു. എങ്കിലും ശ്രീരാമൻ വരുമെന്ന ഉറപ്പ് അവളുടെ ഹൃദയത്തിൽ എന്നും പുതുമയോടെ നിലനിന്നിരുന്നു. ഓരോ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ധ്യാനം പൂർത്തിയാക്കിയ ശേഷം ശബരി ആശ്രമം വൃത്തിയാക്കി കിണ്ടിയിൽ ശുദ്ധജലം നിറച്ചു ശ്രീരാമന് സമർപ്പിക്കാൻ വനത്തിൽ നിന്ന് പഴങ്ങളും കിഴങ്ങുകളും ശേഖരിക്കുമായിരുന്നു. ഒടുവിൽ സീതയെ അന്വേഷിച്ചുള്ള യാത്രയിൽ രാമനും അനുജൻ ലക്ഷ്മണനും ശബരിയുടെ ചെറിയ കുടിലിലേക്ക് എത്തിച്ചേർന്നു. ശബരിക്ക് സന്തോഷമടക്കാനായില്ല. അവൾ ഭക്തിയാൽ കണ്ണുനീരൊഴുക്കി അവരുടെ പാദങ്ങൾ കഴുകി. താൻ ശേഖരിച്ച ബെറിപ്പഴങ്ങൾ ശബരി സ്നേഹപൂർവ്വം രാമനും ലക്ഷ്മണനും നൽകി. അതിയായ ഭക്തിയിൽ ലയിച്ചിരുന്ന ശബരി ഓരോ പഴവും രുചിച്ചു നോക്കി മാത്രമാണ് സമർപ്പിച്ചത്. ഈ കാഴ്ച കണ്ട ലക്ഷ്മണൻ ഞെട്ടി. ഇവർ കഴിച്ച പഴങ്ങളല്ലേ നൽകുന്നത്? അതിഥികളെ സൽക്കരിക്കുന്ന രീതി ഇതാണോ എന്ന് അദ്ദേഹം രാമനോട് പതുക്കെ ചോദിച്ചു. രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അതെ, അവൾ രുചിച്ചു നോക്കുന്നുണ്ട്. ഏറ്റവും മധുരമുള്ള പഴങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിക്കേണ്ടതെന്ന് അവൾ ഉറപ്പാക്കുകയാണ്. കയ്പുള്ളവയും പുളിയുള്ളവയുമെല്ലാം അവൾ സ്വയം കഴിക്കുന്നു. നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും മധുരമുള്ളവ മാത്രം. തുടർന്ന് രാമൻ ശബരിയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇതുവരെ രുചിച്ചു വെച്ച് ഏറ്റവും മികച്ച ബെറിപ്പഴങ്ങളാണിവ. ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ലതും രുചികരവുമായത് നൽകാൻ ആഗ്രഹിക്കുന്നത് പോലെ മധുരമുള്ള മറ്റൊന്നുമില്ല ലോകത്ത്. അവർ ശബരിയെ അനുഗ്രഹിച്ച് യാത്രയായി. നാം മറ്റുള്ളവർക്ക് എന്തു കൊടുത്താലും അത് ശുദ്ധഹൃദയത്തോടും നിസ്വാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ആയിരിക്കണം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 9:7 പറയുന്നു. കൊടുക്കുന്നത് ദൈവത്തിനായാലും മനുഷ്യർക്കായാലും മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ സമർപ്പിക്കുവാൻ സാധിക്കുക എന്നതാണ് വിലയേറിയ കാര്യം. കൊടുക്കുന്ന വസ്തുവിനേക്കാൾ കൊടുക്കുന്നവരുടെ മനസ്സാണ് പ്രധാനം. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകുമ്പോൾ ഒരമ്മ തൻ്റെ കൊച്ചു കുഞ്ഞിനു വേണ്ടി സ്നേഹവും സമയവും ഭക്ഷണവും പരിചരണവും ഒക്കെ നൽകുന്നത് പോലെ അതേ മനസ്സോടെ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുക എന്നത് ശീലമാക്കാം. താല്പര്യമില്ലാതെ മനസ്സിൽ നിറയെ വെറുപ്പ് നിറച്ച് ശപിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നൽകുന്നതിനേക്കാൾ നല്ലത് ഒന്നും നൽകാതിരിക്കുക എന്നതാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ നിസ്പർശിച്ചു കരുത്തേകി സൗഖ്യം പകർന്നിടും സമയമേതിൽ സമസ്തവും തൃപ്പാതെ നന്ദിയായി നൽകാം. ജന്മം മുഴുവനും സ്തോത്രമേകാം. യേശുവേ, നിനക്കെന്തു നൽകിയാലും മതിയാവില്ലെനിക്കെൻ്റെ നാഥ. യേശുവേ, നിനക്കെന്തു നൽകിയാലും മതിയാവില്ലെനിക്കെൻ്റെ നാഥ. നാഥ, സമർപ്പിക്കുവാൻ ഞാൻ വരുന്നു. സന്തോഷപൂർവം തരുന്നു. എന്തു വേണേലും നീ ചോദിക്കണേ യേശു